നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊപ്പത്ത് 3 ലോറികൾ കൂട്ടിയിടിച്ച് അപകടം. കരിങ്കല്ലുമായി എത്തിയ ലോറിയടക്കം 2 ലോറികൾ മറിഞ്ഞു. റോഡിൽ മറ്റ് യാത്രക്കാരില്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. കൃഷിഭൂമികളുടെ കരം വില്ലേജ് ഓഫീസർ സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. കോട്ടപ്പാടം 1 വില്ലേജ് ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. ദുരിതം നേരിടുന്നത് മലയോര മേഖലകളിലെ കർഷകർ. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്. പാതയോരത്ത് മാലിന്യം തള്ളിയവരെ കണ്ടെത്തി പിഴ ഈടാക്കി. പഞ്ചായത്ത് ആരോഗ്യ വിഭാഗമാണ് നടപടിയെടുത്തത്. വീടില്ലാത്ത നിർധനർക്ക് വീട് നിർമ്മിക്കാൻ കുടുംബസ്വത്തായി ലഭിച്ച 80 സെന്റ് ഭൂമി സൗജന്യമായി വിട്ടു നൽകി വിളയൂർ സ്വദേശികളായ ദമ്പതികൾ. വല്ലപ്പുഴ ചേരിക്കല്ല് പ്രദേശത്തെ ഭൂമി CPM മുഖേനയാണ് നൽകുന്നത്. 15ലേറെ കുടുംബങ്ങൾക്ക് വീടൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് CPM നേതാക്കൾ. തെങ്കര ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തം കെട്ടിടമാകുന്നു. സ്വകാര്യ വ്യക്തി സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് 1.5 കോടി രൂപ ചിലവിൽ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കൊപ്പത്ത് 3 ലോറികൾ കൂട്ടിയിടിച്ച് അപകടം. കരിങ്കല്ലുമായി എത്തിയ ലോറിയടക്കം 2 ലോറികൾ മറിഞ്ഞു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കൊപ്പം കല്ലേപ്പുള്ളി ഇറക്കത്തിലാണ് അപകടം സംഭവിച്ചത്. ഡ്രൈവർമാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ 11:30ഓടെയായിരുന്നു അപകടം. കൊപ്പം ഭാഗത്തു നിന്ന് കരിങ്കൽ കയറ്റി വരികയായിരുന്ന ലോറിയും പട്ടാമ്പി ഭാഗത്തു നിന്ന് വരികയായിരുന്ന മറ്റ് 2 ലോറികളുമാണ് കൂട്ടിയിടിച്ചത്. കല്ലേപ്പുള്ളി ഇറക്കത്തിൽ വെച്ചായിരുന്നു അപകടം. കരിങ്കൽ കയറ്റി വന്ന ലോറി ഇടിയുടെ ആഘാതത്തിൽ റോഡിന് നടുവിൽ മറിഞ്ഞു. കരിങ്കൽ റോഡിൽ പരക്കുകയും ചെയ്തു. ഈ സമയം ലോറിക്ക് പിറകിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. കൊറിയർ സാധനങ്ങളുമായി പോകുകയായിരുന്ന മിനി ലോറിയും അപകടത്തിൽ നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് മറിഞ്ഞു. മിനി ലോറിയുടെ ഇന്ധന ടാങ്കിൽ നിന്നും ഇന്ധന ചോർച്ച ഉണ്ടായതും ആശങ്കയ്ക്കിടവരുത്തി. 3 വാഹനത്തിലും ഡ്രൈവർമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് കൊപ്പം പോലീസ് പറഞ്ഞു. അപകടത്തെ തുടർന്ന് കരിങ്കൽ ലോറി റോഡിന് നടുവിൽപ്പെട്ടതോടെ 1 മണിക്കൂറോളം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് വാഹനങ്ങളും കരിങ്കല്ലും റോഡിൽ നിന്നും നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കോട്ടപ്പാടം 1 വില്ലേജ് ഓഫീസ് പരിധിയിൽ വിവിധ ഭാഗങ്ങളിലുള്ള കൃഷിഭൂമികളുടെ കരം വില്ലേജ് ഓഫീസർ സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ഓഫീസിനു മുന്നിൽ ധർണയും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി P. അഹമ്മദ് അഷ്റഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പാടം 1 വില്ലേജ് പരിധിയിലുള്ള പ്രദേശങ്ങളായ അമ്പലപ്പാറ, കാപ്പുപറമ്പ്, ഇരട്ടവാരി, കരടിയോട് എന്നിവിടങ്ങളിലെ കൃഷിഭൂമികൾക്ക് വില്ലേജ് ഓഫീസർ കരമടച്ചു കൊടുക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ചും എത്രയും പെട്ടെന്ന് ഭൂമികളുടെ കരം സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. കച്ചേരിപ്പറമ്പ് കുന്നശ്ശേരിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി P. അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. അടിയന്തരമായി നികുതി എടുക്കാനുള്ള സംവിധാനം ഏതെങ്കിലും വില്ലേജ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് അതിന് അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിരന്തരമായ പ്രക്ഷോഭ പരിപാടികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കും. അതിനുള്ള വഴി വില്ലേജ് ഓഫീസർമാർ അതിനുള്ള നികുതി അടക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. നിങ്ങൾക്ക് മേലധികാരികളിൽ നിന്ന് വല്ല നിർദ്ദേശം കിട്ടിക്കുകയാണെങ്കിൽ മേലധികാരികളോട് നിങ്ങൾ പറഞ്ഞോ. ഇവിടെ അതിഭയങ്കരമായ പ്രക്ഷോഭം ആരംഭിക്കാൻ ചില കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഇത് അടച്ചു തീർക്കുന്നതാണ് നല്ലത്, നികുതി അടച്ചു കൊടുക്കുന്നതാണ് നല്ലത് എന്ന് വില്ലേജ് ഓഫീസർമാർ അത് പറയുന്നത് നന്നായിരിക്കും. മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി PR സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. അപ്പൊ നികുതി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളിത് തുറന്നു വെച്ചിരിക്കണ മുടി വെട്ടി കൊടുക്കാനാണ്. മുടി വെട്ടി കൊടുക്കാനുള്ളതാണോ ഈ വില്ലേജ് ഓഫീസ്?
ഇവിടുത്തെ കോട്ടപ്പാട നിവാസികൾ വരുന്ന സമയത്ത് അവർ പറയുന്ന രീതിക്ക് അവരെ ഫാഷൻ അനുസരിച്ച് മുടി വെട്ടി കൊടുക്കൽ അങ്ങനെ പണി. വില്ലേജ് ഓഫീസാണെങ്കിൽ നികുതി സ്വീകരിക്കണം. അതിന്റെ അടിസ്ഥാനപരമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രേഖകളുണ്ട്. ആ രേഖകൾ പരിശോധിച്ച് നികുതി സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ മറുപടി അവിടുത്തെ ആളുകളെ ബോധ്യപ്പെടുത്തണം. ഇന്നലെ വരെ നികുതി സ്വീകരിച്ച ഭൂമിക്ക് ഇന്ന് വരുന്ന സമയത്ത് നിങ്ങൾ സ്മാർട്ട് വില്ലേജ്, എന്ത് സ്മാർട്ട് വില്ലേജ്? കുറെ പച്ച പെയിന്റ് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു 3-4 ആൾ ഇരുന്നാൽ അത് സ്മാർട്ട് വില്ലേജ് ആവുമോ? നാട്ടുകാരെ നികുതി സ്വീകരിക്കണ്ട, ഭൂമിക്ക് നികുതി സ്വീകരിക്കണ്ടേ? ഇവരെ കുട്ടികൾക്ക് പഠിക്കണ്ടേ? ഇവിടുത്തെ പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കണ്ടേ? ഇവരുടെ മറ്റ് വീടിന്റെ റിപ്പയർ നടത്തണ്ടേ? ഇവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ചികിത്സാ സഹായം വന്നാൽ ഈ ഭൂമി ബാങ്കിൽ കൊണ്ട് പണയം വെക്കണ്ടേ? ഇതൊന്നിനും പറ്റാതെ ഈ വില്ലേജ് ഓഫീസ് പിന്നെ എന്തിനാ? ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, CJ രമേശ്, കൊച്ചുനാരായണൻ, KG ബാബു, A അസൈനർ, TK ഇപ്പു, നൌഫൽ താളിയിൽ, സിജാദ് അമ്പലപ്പാറ, മണികണ്ഠൻ വടശ്ശേരി, ദീപ ഷിൻഡോ, ഷാനീർ കാപ്പുപറമ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. വിഷയത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മഞ്ചിത്തൊടിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസർക്ക് നിവേദനം നൽകി. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ ആരോഗ്യവകുപ്പിന്റെ നടപടി. നിക്ഷേപിച്ചവരെ കണ്ടെത്തി മാലിന്യം തിരിച്ചെടുപ്പിക്കുകയും ഇവരിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗമാണ് നടപടി സ്വീകരിച്ചത്. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ വാണിയംകുളം 2-ാം നമ്പർ വില്ലേജ് ഓഫീസിന് സമീപത്തായി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവായ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വിഭാഗവും നടപടി കർശനമാക്കിയത്. ആളൊഴിഞ്ഞ സമയം നോക്കിയാണ് പ്രദേശത്ത് സ്ഥിരമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. പലതവണ ഈ പ്രദേശം ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് മാലിന്യമുക്തമാക്കിയെങ്കിലും വീണ്ടും സാമൂഹ്യദ്രോഹികൾ ഇതേ സ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രവണത തുടർക്കഥയാവുകയാണ്. ചെറിയ ഇടവേളയ്ക്കു ശേഷം ചൊവ്വാഴ്ച രാവിലെയാണ് പ്രദേശത്ത് വീണ്ടും മാലിന്യങ്ങൾ തള്ളിയ നിലയിൽ കാണപ്പെട്ടത്. 2 ചാക്കുകളിലാക്കിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിരുന്നു പാതയോരത്ത് ഉപേക്ഷിച്ചിരുന്നത്. ഇത് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കിടയിൽ നിന്നും കിട്ടിയ രേഖകളിലെ മേൽവിലാസം കേന്ദ്രീകരിച്ച് പഞ്ചായത്തും ആരോഗ്യ വിഭാഗവും നടത്തിയ അന്വേഷണത്തിലാണ് വാണിയംകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് നിക്ഷേപിച്ചതെന്ന് മനസ്സിലായത്. ഇതേ തുടർന്ന് ഇവരെ കൊണ്ട് തന്നെ മാലിന്യങ്ങൾ തിരിച്ചെടുപ്പിക്കുകയായിരുന്നു. ഇവർക്കെതിരെ 10,000 രൂപ പിഴ ഈടാക്കിയതായി വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രതീഷ് പറഞ്ഞു. നമ്മളോട് ഇന്ന് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഈ മാലിന്യം വലിച്ചെറിയപ്പെടുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കി അവിടെ വന്നിട്ട് സ്നേഹാരാമം പറഞ്ഞ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി വന്നപ്പോഴാണ് മാലിന്യം വലിച്ചെറിയുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അതിൽ നമ്മൾ ആ കവറുകൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് വലിച്ചെറിയപ്പെട്ടവരുടെ മേൽവിലാസവും മറ്റുള്ളതും കിട്ടി. നമ്മൾ അവരെ വിളിച്ചു കൂട്ടി അവരെ കൊണ്ട് തന്നെ ആ വലിച്ചെറിഞ്ഞവരെ കൊണ്ട് തന്നെ ആ മാലിന്യം നമ്മൾ എടുത്തു മാറ്റുകയും അവർക്കെതിരെ നമ്മൾ പിഴ ചുമത്താനും അതിനുള്ള കർശന നടപടി പഞ്ചായത്ത് സ്വീകരിക്കാൻ തന്നെയാണ് ഇതിനോട് വന്നത്. പഞ്ചായത്ത് പരിധിയിൽ പൊതുയിടങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത് ഭരണസമിതി. കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ സദസ്സും തേങ്ങ ഉടക്കലും സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി K. ശ്രീവത്സൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എത്തിച്ചേരുന്ന ശബരിമലയിൽ വേണ്ട ഒരു തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ പരാജയപ്പെട്ട LDF സർക്കാരിനെതിരെ കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശബരിമല സംരക്ഷണ സദസ്സും തേങ്ങ ഉടക്കലും സംഘടിപ്പിച്ചത്. DCC സെക്രട്ടറി K. ശ്രീവത്സൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു ആഘോഷങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ചില മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ട്. നമ്മുടെ വീടുകളിലും ചിലപ്പോൾ വിവാഹം നടക്കും, അല്ലെങ്കിൽ അയ്യപ്പമടക്ക് നടക്കും, അല്ലെങ്കിൽ ചോറൂണ് നടക്കും. അതിന് ചില മുന്നൊരുക്കങ്ങളൊക്കെ നടത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ആഘോഷം പരിപൂർണമായും അവതാളത്തിലാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ ചില മുന്നൊരുക്കങ്ങളൊക്കെ സംസ്ഥാന ഭരണകൂടം നടത്തേണ്ടതായിരുന്നു. ശബരിമല സീസൺ ആകുന്നു എന്നുള്ളത് എല്ലാ ഭക്തർക്കും ഭരണ സംവിധാനങ്ങൾക്കും കൃത്യമായ ബോധ്യമുള്ള ഒന്നാണ്. വൃശ്ചിക മാസം ശബരിമല തുറക്കപ്പെടുമെന്നും ആ മാസങ്ങളിൽ അനിയന്ത്രിതമായ ഭക്തജനത്തിരക്ക് ഉണ്ടാകുമെന്നൊന്നും അറിയാത്തവരല്ല ഇന്ന് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NK ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ NK കൃഷ്ണൻകുട്ടി, K. കബീർ, MA സിദ്ദീഖ്, KC അബ്ദുൾ റഹ്മാൻ,
മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നാലകത്ത്, പ്രദീപ് കുന്നക്കാവ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി മായ, മണ്ഡലം പ്രസിഡന്റ് രഞ്ജിനി വിനോദ്, കൗൺസിലർമാരായ എം ഗോപൻ, പി ടി രാധ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ എം വി ശിഹാബുദ്ദീൻ, ഇ പി ഋഷികേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മായന്നൂർ പാലത്തിനു സമീപത്തു നിന്നു തുടങ്ങിയ ജാഥയ്ക്ക് നേതാക്കളായ എൻ വിജയകുമാർ, സൂര്യനാരായണൻ, രമ രവീന്ദ്രൻ, കെ ജി ഗിരിജ, ബിന്ദു, ശൈലജ സോമൻ, കെ അബ്ദുൽ ബഷീർ, കെ പി പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വന്തമായി കിടപ്പാടമില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ വല്ലപ്പുഴയിൽ കുടുംബസ്വത്തായി ലഭിച്ച 80 സെന്റ് ഭൂമി സൗജന്യമായി വിട്ടു നൽകി വിളയൂർ സ്വദേശികളായ ദമ്പതികൾ. CPM മുഖേനയാണ് ഭൂമി കൈമാറുന്നത്. ഡിസംബർ 21 നടക്കുന്ന ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടറിക്ക് ഭൂമിയുടെ രേഖകൾ കൈമാറും. 15 കുടുംബങ്ങൾക്ക് ഈ ഭൂമിയിൽ വീടൊരുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പാർട്ടി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വല്ലപ്പുഴ ചേരിക്കല്ല് പ്രദേശത്തെ പരേതരായ ചൂരക്കോട്ടിൽ അയ്യപ്പൻ ദേവകി ദമ്പതികളുടെ മകൾ കമലത്തിന് കുടുംബസ്വത്തായി ലഭിച്ച 80 സെന്റ് ഭൂമിയാണ് ഭർത്താവ് വിളയൂർ കോട്ടയിൽ രാമനുണ്ണി, മക്കളായ ബൈജു, KR ബീന, ബെന്നി എന്നിവരുടെ പൂർണ്ണസമ്മതത്തോടെ നിർധനരും അശരണരുമായ കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുന്നതിന് സൗജന്യമായി നൽകുന്നത്. വല്ലപ്പുഴയിലെ CPM മുഖേനയാണ് ഭൂമി കൈമാറുന്നത്. ഡിസംബർ 21 വൈകിട്ട് 4 ചേരിക്കല്ലിൽ നിർമ്മാണം പൂർത്തീകരിച്ച CPM ബ്രാഞ്ച് ഓഫീസ് കെട്ടിട ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന് ഭൂമിയുടെ രേഖകൾ കൈമാറുമെന്ന് ഇവർ പറഞ്ഞു. CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പിന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം നമ്മുടെ നേതാവായിട്ടുള്ള ഞാൻ കുട്ടിക്കാലം മുതൽക്ക് തന്നെ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവരും അതിൻ്റെ തത്വശാസ്ത്രം ഏറെക്കുറെ വായിച്ചുള്ളതാണോ. അതുകൊണ്ട് തന്നെ EMS സ്വന്തം സ്വത്ത് മുഴുവന് പാർട്ടിക്ക് കൊടുത്തിട്ട് പാർട്ടി കൊടുക്കുന്ന അങ്ങ് ചെലവാക്കി കൊണ്ടിരുന്നു. എന്നമാതിരി നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ഷർട്ട് ഇടാതെ നടന്നിരുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്ക് ഷർട്ട് ഇടാനോ വസ്ത്രം ധരിക്കാനോ കഴിവില്ല. അതുകൊണ്ട് ഞാൻ ഇടില്ല എന്ന് പറഞ്ഞ നാടാണ് നമുക്ക്. അങ്ങനെ ആ ഒരു പാരമ്പര്യം. ഈ ഭൂമിയിൽ 15 കുടുംബങ്ങൾക്ക് വീടൊരുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി മുഖാന്തരം തീരുമാനിക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികളായ AK ദേവദാസ്, P സന്തോഷ്, സുദീപ് കുമാർ, CK ബാബു, E യമുനാദേവി, കോട്ടയിൽ രാമനുണ്ണി, ബെന്നി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വല്ലപ്പുഴ നിവാസികളുടെ, പ്രത്യേകിച്ച് ചേരിക്കല്ല് നിവാസികളുടെയും സഖാക്കളുടെയും താഴെത്തട്ടിലുള്ള തൊഴിലാളി വർഗത്തിൻ്റെയും കർഷകരുടെയും ഒരു ചിരകാല അഭിലാഷമാണ് ചേരിക്കല്ല് പ്രദേശത്ത് ഒരു പാർട്ടി ഓഫീസ് എന്നുള്ളത്. ആ സ്വപ്നം ഈ വ്യാഴാഴ്ചത്തോടുകൂടി ഞങ്ങൾക്ക് സഫലീകരിക്കപ്പെടാണ്. അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഈ നാടിന് തന്നെ അഭിമാനമായിക്കൊണ്ട് ചൂരക്കോട്ടിൽ പരേതരായ അയ്യപ്പൻ ദേവകി ദമ്പതികളുടെ മകളായ വിളയൂർ കോട്ടയിൽ കമലാദേവിയും അവരുടെ ഭർത്താവ് രാമനുണ്ണേട്ടനും അവരുടെ മക്കളും കൂടി അവർക്ക് ചൂരക്കോട് പ്രദേശത്ത് കുടുംബസ്വത്തായി ലഭിച്ച ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന 80 സെന്റ് സ്ഥലം പാവപ്പെട്ട സ്വന്തമായി വീട് വയ്ക്കാൻ ഭൂമിയില്ലാത്ത ആളുകൾക്ക് സൗജന്യമായി നൽകുന്ന ചടങ്ങും കൂടി ഈ അവസരത്തിൽ ഉണ്ട്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P മമ്മിക്കുട്ടി MLA, നേതാക്കളായ NP വിനയകുമാർ, MM വിനോദ് കുമാർ, KB സുഭാഷ്, E ചന്ദ്രബാബു, T കുട്ടികൃഷ്ണൻ, T ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വെള്ളിനഴി ഗ്രാമപഞ്ചായത്തിലെ 2, 3 വാർഡുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട CPI രംഗത്ത്. വാട്ടർ അതോറിറ്റി AEയുമായി നേതാക്കൾ ചർച്ച നടത്തി. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. വെള്ളിനഴി പഞ്ചായത്തിലെ മള്ളിയൂർ കോളനി, കടവത്ത് കോളനി എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ 2, 3 വാർഡുകളിൽ നേരിടുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPI രംഗത്ത് വന്നത്. പ്രദേശത്തുകാർ ആശ്രയിച്ചു വന്നിരുന്ന കടവത്ത് കോളനി തനത് കുടിവെള്ള പദ്ധതിയുടെ വൈദ്യുതി കണക്ഷൻ ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് KSEB വിച്ഛേദിച്ചതോടെയാണ് 150ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിയത്. 1996-97 കാലയളവിൽ നിർമ്മിച്ച ഈ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല പഞ്ചായത്ത് പ്രാദേശിക കമ്മിറ്റികൾക്ക് നൽകുകയായിരുന്നു. എന്നാൽ മോട്ടോർ തകരാറും പൈപ്പ് ലൈനിന്റെ കാലപ്പഴക്കവുമെല്ലാം കാരണം വെള്ളം കൃത്യമായി കിട്ടാത്തതിനാൽ പലരും പണം നൽകാതായതോടെയാണ് KSEBക്ക് കുടിശ്ശികയായത്. ചാത്തൻകുന്ന് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ മിക്ക വീടുകളിലും എത്തിയിട്ടുണ്ടെങ്കിലും വെള്ളം കിട്ടുന്നത് മാസത്തിൽ 1-2 തവണ മാത്രം. ഈ സാഹചര്യത്തിൽ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് CPI വെള്ളിനഴി ലോക്കൽ കമ്മിറ്റി നേതാക്കൾ വാട്ടർ അതോറിറ്റി AEയുമായി ചർച്ച നടത്തിയത്. ലോക്കൽ സെക്രട്ടറി ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ, K ഹരിദാസ്, TP നാരായണൻകുട്ടി, അശ്വിൻ MC, അഭിലാഷ് MC എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച.
പ്രശ്നം ഉടൻ പരിഹരിക്കാമെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതായി നേതാക്കൾ പറഞ്ഞു. അല്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഓരോ വർഷവും അതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വരുന്ന സംഖ്യയും മറ്റുമായി ആ പ്രദേശവാസികൾക്ക് വലിയ ബാധ്യത അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 25,000 രൂപ കുടിശ്ശിക ഉണ്ടെന്ന് കാണിച്ച് KSEB ഉദ്യോഗസ്ഥർ ഒരു മാസത്തിലധികമായി അതിൻ്റെ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയി. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പേരിലുള്ള ചാത്തൻകുന്ന് ജലസേചന പദ്ധതിയിൽ നിന്നുള്ള വാട്ടർ കണക്ഷൻ എല്ലാ വീടുകളിലേക്കും അതിൻ്റെ പൈപ്പ് ലൈനും കൊടുത്തിട്ടുണ്ട്. അതിലാണെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമാണ് വെള്ളം വരുന്നത്. വരുന്ന വെള്ളം രാത്രി 1 മണിക്കൊക്കെ 1-2 മണിക്കൊക്കെ വരും. വരുന്ന വെള്ളമാണെങ്കിൽ അത് ഫോഴ്സ് കമ്മിയായി ജനങ്ങൾക്ക് കിട്ടാത്ത ഒരവസ്ഥയാണ്. ഇതിനെതിരെ CPI വെള്ളി ലോക്കൽ കമ്മിറ്റി ഈ വിഷയം ഏറ്റെടുക്കുകയും ഇന്ന് വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെ നേരിൽ കണ്ട് ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പറഞ്ഞിട്ടുള്ളത് ആ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്നാണ് ഒരു ഉറപ്പ് നൽകിയിട്ടുള്ളത്. അല്ലാത്ത പക്ഷം മറ്റു സമരപരിപാടികൾ ആയി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളത് വാട്ടർ അതോറിറ്റി എയിനെ അറിയിച്ചിട്ടുണ്ട്. അത് മതി. കേരളത്തിലെ സർവകലാശാലകളെ ഗവർണർ കാവ്യവൽക്കരിക്കുന്നുവെന്നാരോപിച്ച് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി DYFI മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റി മണ്ണാർക്കാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. CPM ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടത്തിയ യോഗം CPIM മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി അജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ മുഴുവൻ കലാപത്തിന് കോപ്പുകൂട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘപരിവാറിന്റെ ആളുകളായിട്ടുള്ള വിദ്യാർത്ഥികളെ അതിന്റെ ഭാഗമായിട്ട് സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കുന്ന രീതിയാണ് ഗവർണർ നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ അതിൽ ഇടപെടുകയും അതിനേറെ ശക്തമായ നിലപാടൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഒരു കാരണവശാലും വൈസ് ചാൻസലറായിട്ട് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിട്ട് ഗവർണർ തുടരാൻ പാടില്ല എന്ന നിലപാടാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ തെരുവീതികളിൽ SFIയും DYFIയും CPMഉം ഒക്കെ സമരപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിലെ സംഘപരിവാറിന് യാതൊരു തരത്തിലുള്ള വേരോട്ടവുമില്ല എന്ന സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. ആകെയുണ്ടായിരുന്ന 2016 ലഭിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഒരു സീറ്റിൻ്റെ അക്കൗണ്ട് പോലും 2019 കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് കൂട്ടിച്ച് വലിയ രീതിയിലുള്ള പ്രതിരോധം തീർത്ത നാടാണ് നമ്മുടെ നാട്. DYFI മണ്ണാർക്കാട് മേഖലാ പ്രസിഡന്റ് റഷീദ് ബാബു അധ്യക്ഷത വഹിച്ചു. SFI മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫായിസ്, DYFI മേഖലാ ജോയിന്റ് സെക്രട്ടറി നൌഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. തെങ്കര ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനായുള്ള കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ആശുപത്രിക്ക് സ്വന്തം കെട്ടിടം ഉയരുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും പഞ്ചായത്ത് വകുപ്പിന്റെയും സഹായത്തോടെ 1.5 കോടി രൂപ ചെലവിൽ 5000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ചൊവ്വാഴ്ച താഴത്തെ നിലയുടെ കോൺക്രീറ്റ് പൂർത്തിയായി. ഒരു നില കൂടി നിർമ്മിക്കും. ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രി കെട്ടിടമാണ് തെങ്കരയിൽ യാഥാർത്ഥ്യമാകുന്നത്. നിലവിൽ പഞ്ചായത്ത് കെട്ടിടത്തിലെ ചെറിയ സ്ഥലത്താണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. സ്ഥലപരിമിതി മൂലം ആശുപത്രിയിലെത്തുന്നവർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ദുരിതത്തിന് പരിഹാരമാകും. തെങ്കരയിലെ വേങ്ങശ്ശേരി ഗോപിയാണ് ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ 35 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയത്. ഇതാണ് ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ വഴിത്തിരിവായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് A. ഷൗക്കത്ത് അലി പറഞ്ഞു. നമ്മുടെ തെങ്കര പഞ്ചായത്തിലെ ജനങ്ങളുടെ ഏറെ കാലത്തെ ആവശ്യമായിരുന്നു നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായിട്ടുള്ളൊരു കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളത്. നമുക്കറിയാം 2000
2015 മുതൽ ഏകദേശം 8 വർഷത്തോളമായിട്ട് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള വളരെ പരിമിതമായിട്ടുള്ളൊരു സ്ഥലത്താണ്. അതിൽ നിന്നും മാറ്റി സ്വന്തമായി കെട്ടുക എന്നുള്ളത് നമ്മുടെ ഭരണസമിതിയുടെ ഏറെ കാലത്തെ ഒരു ആവശ്യമായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഗോപിയേട്ടൻ, തെങ്കരയിലുള്ള വേങ്ങശ്ശേരി ഗോപിയേട്ടനാണ് നമുക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നതിന് വേണ്ടി സൗജന്യമായി 35 സെൻറ്റ് സ്ഥലം വിട്ടുതരുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഫണ്ട് സ്വരൂപിക്കുകയും ഏകദേശം 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഏകദേശം 5000-ഓളം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഏറെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ നിർമ്മാണമാണ് ഇപ്പം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 6 മാസം കൊണ്ട് തന്നെ നമ്മുടെ PHCയുടെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. 2014 UDFന്റെ CP അലി പഞ്ചായത്ത് പ്രസിഡന്റായപ്പോൾ അനുവദിച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനു സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതിൽ സന്തോഷമുണ്ടെന്ന് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KP ജഹീഫ് പറഞ്ഞു. ഇത് ഞങ്ങളുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. കാരണം എന്താണ്, 2014 നമ്മുടെ അലി കൈതച്ചിറ മെമ്പർ അലി പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന കാലത്താണ് PHC നിലവിൽ വന്നത്. നാളിതുവരെ കഴിഞ്ഞ 8 വർഷത്തിലധികം കാലം നമ്മുടെ പൊതുജനങ്ങൾക്ക്, ഒട്ടേറെ ആയിരക്കണക്കിന് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ, സൗകര്യപ്രദമായ രീതിയിൽ ചികിത്സയും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഈ 8 വർഷം കൊണ്ട് തന്നെ പോപ്പുലേഷൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ രോഗികളുടെ കാര്യത്തിലും ഗണ്യമായ വർധനവാണ് തെങ്കര പഞ്ചായത്തിൻ്റെ പരിധിയിൽ വന്നിട്ടുള്ളത്. എന്നാൽ നമ്മുടെ PHCയിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുപാട് കുറവാണ്. വരുന്ന രോഗികൾക്ക് ഇരിക്കാനോ നമുക്ക് രോഗികൾക്ക് അനുസരിച്ചുള്ള സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനോ ഉള്ള സൗകര്യം നമുക്കില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗോപിയേട്ടൻ നമുക്ക് കണ്ണായ സ്ഥലത്ത് തന്നെ ഇത്രയും വലിയൊരു സ്ഥലം, 33 സെൻറ്റോളം സ്ഥലം നമുക്ക് വിട്ടുതരികയുണ്ടായി. അതിനാദ്യം ഗോപിയേട്ടനോടാണ് നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നത്. വൈസ് പ്രസിഡന്റ് ടിൻഡു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ T ജംഷീദ്, NRHM എഞ്ചിനീയർ PU മിഥുൻ, JHI രാമപ്രസാദ്, പഞ്ചായത്ത് അംഗം അലി, സ്ഥലം നൽകിയ ഗോപി വേങ്ങശ്ശേരി എന്നിവർ സ്ഥലത്തെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തി. വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് വളയലിന് മുന്നോടിയായി ഒറ്റപ്പാലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 20 പുലാപ്പറ്റ കോണിക്കടിയിൽ പ്രക്ഷോഭ ജാഥ സംഘടിപ്പിക്കും. ജില്ലാ സെക്രട്ടറി ഷക്കീർ പുലാപ്പറ്റ ജാഥ ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി 3 നടത്തുന്ന സെക്രട്ടേറിയറ്റ് വളയലിന് മുന്നോടിയായാണ് 20 കോണിക്കഴിയിൽ ഒറ്റപ്പാലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭജാഥ സംഘടിപ്പിക്കുന്നത്. ജില്ലാ സെക്രട്ടറി ഷാക്കിർ പുലാപ്പറ്റ ജാഥ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6 പത്തിരിപ്പാലയിൽ നടക്കുന്ന സമാപനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ഷഫീഖ് ഉദ്ഘാടനം ചെയ്യുമെന്ന് മണ്ഡലം പ്രസിഡന്റ് P ഫൈസൽ പറഞ്ഞു. ശ്രദ്ധേയമായ 3 പ്രമേയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി മണ്ഡലം അടിസ്ഥാനത്തിൽ മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രക്ഷോഭ ജാഥയുടെ ഒറ്റപ്പാലം മണ്ഡലം ജാഥ ഡിസംബർ 20 നാളെ രാവിലെ 8 മണിക്ക് കോണിക്കഴി സെൻറ്ററിൽ നിന്നും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഷാക്കിർ പുലാപ്പറ്റ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിൻ്റെ സമാപന സമ്മേളനം നാളെ വൈകുന്നേരം 6 മണിക്ക് പത്തിരിപ്പാല സെൻറ്ററിൽ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ഷഫീഖ് അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഒറ്റപ്പാലത്തെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ TM ഉമർ ഫാറൂഖ്, VP മുഹമ്മദ് അലി, അനസ് സക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തെരുവ് നാടകം ബാബു ഒലിപ്രവും അഷ്റഫ് മുന്നയും അഭിനയിച്ച ഭൂതം ഭാവി വർത്തമാനം തെരുവ് നാടകം വിവിധ കേന്ദ്രങ്ങളിൽ അവതരിപ്പിച്ചു. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന നീർത്തട ഘടകം പദ്ധതി നാടിന് വേണ്ടിയുള്ളതാണ്, നാട്ടുകാർക്ക് വേണ്ടിയാണ്. 2021 മുതൽ 26 വരെയാണ് പദ്ധതിയുടെ സമയം. ഗ്രാമവികസന വകുപ്പ് വഴിയാണ് ഇതിന്റെ പ്രവർത്തനം. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്താണ് ഇതിന്റെ പദ്ധതി നിർവഹണ ഏജൻസി. കൃഷിയെ ഇനിയും നോക്കിയേക്കണ്ട, വേഗം വണ്ടിയെടുക്കണം. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിൽ പല നീർത്തടാധിഷ്ഠിത പദ്ധതികളുമുണ്ട്. പദ്ധതിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരും പ്രയോജനപ്പെടുത്തുന്നവരും കുറവാണ്. ഈ സാഹചര്യത്തിലാണ് ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തെരുവു നാടകം അവതരിപ്പിച്ചത്. നടനും രചയിതാവുമായ ബാബു ഒലിപ്രം
കാലിക പ്രസക്തമായ കലാ അവതരണങ്ങളിലൂടെ ശ്രദ്ധേയനായ പെരിന്തൽമണ്ണ സ്വദേശി അഷ്റഫ് മുന്ന എന്നിവരാണ് നാടകത്തിൽ അഭിനയിച്ചത്. നമ്മളെ തിരിഞ്ഞ് ഇങ്ങോട്ട് വരേ പടച്ചോന്റെ കുതിരത്ത് നാട് മാറുമ്പോ നമ്മളും മാറണം. ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ ഇരുന്ന് കരഞ്ഞിട്ട് മാത്രം കാര്യമില്ല റഷീദേ. അല്ല മേത്തോട്ടാ, നമ്മളെ കരുണാകരനാട്ടില്ലേ? ബാബു ഒലിപ്രമാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രവൃത്തികൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന് പുറമെ മങ്കട ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചില പ്രദേശങ്ങളിലും നടപ്പാക്കുന്നുണ്ട്. പദ്ധതിയിലൂടെ കർഷകർക്ക് ഉൾപ്പെടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളും പരിസ്ഥിതി സംരക്ഷണത്തിന് ഗുണകരമാകുന്ന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നാടകം അവതരിപ്പിച്ചതെന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ പറഞ്ഞു. വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു തെരുവ് നാടകവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ളത്. ശ്രീ ബാബു ഒലിപ്രവും അഷ്റഫ് മുന്നയും നേതൃത്വം കൊടുക്കുന്ന 2 പേര് മാത്രം അവതരിപ്പിക്കുകയും ബാക്കിയുള്ളത് വോയിസ് ഓവറായിട്ട് ഈ പദ്ധതിയുടെ എല്ലാ വിശദാംശങ്ങളും സാധാരണക്കാരായ ആളുകൾക്ക് കൂടുതൽ സംവേദനക്ഷമതയോടുകൂടി അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഈ പദ്ധതി വരുമാന പരിധി ഇല്ലാതെ എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതും ലഭ്യമാക്കാവുന്നതുമായിട്ടുള്ള ഒരു ബൃഹത്തായ കാര്യമാണ്. നിർവഹണ ഏജൻസിയായ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് AK മുസ്തഫയാണ് പദ്ധതിയുടെ ചെയർമാൻ. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം വൈസ് ചെയർമാനാണ്. PMKSY പദ്ധതിയുടെ പ്രയോജനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും മങ്കട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ ഇന്നിവിടെ അരങ്ങേറിയ ഈ ഹാസ്യനാടകം കർഷകർക്കും ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ വളരെയധികം പ്രയോജനപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ജാഥയുമായി ബന്ധപ്പെട്ട് ഇത് ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം സാധാരണ ജനങ്ങൾ ധാരാളം തടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ നിർവ്വഹണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ സമയത്ത് ഇത് വളരെയധികം പ്രയോജനം ലഭിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇത് വളരെ സമയബന്ധിതമായും കൂടുതൽ ജനോപകാരപ്രദമായും പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഈ നാടകം തീർത്തും പ്രയോജനമായിട്ടുണ്ട്. രാമപുരം, പുഴക്കാട്ടിരി, അങ്ങാടിപ്പുറം, വലമ്പൂർ, പട്ടിക്കാട്, പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ തെരുവുനാടകം അവതരിപ്പിച്ചു. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങൾ, പ്രസിഡന്റുമാർ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. PMKSY എന്ന് പറയുന്ന പദ്ധതിയെക്കുറിച്ച് നാടകത്തിൽ തന്നെ പറഞ്ഞപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും മങ്കട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന്. എന്നാൽ അങ്ങാടിപ്പുറത്ത് നിന്ന് സംസാരിക്കുമ്പോൾ മുഴുവൻ പ്രദേശവും ഈ പദ്ധതിക്കകത്ത് വരുന്ന ഒരു പഞ്ചായത്താണ് നമ്മളുടേത്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിനകത്ത് ഏത് ഭാഗത്തുള്ള ഏത് മനുഷ്യനും സാമ്പത്തിക വ്യത്യാസമില്ലാതെ മറ്റേത് വ്യത്യാസവും ഇല്ലാതെ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. എടത്തനാട്ടുകര നാലുകണ്ടം സ്വദേശി കിഴക്കേതിൽ രാധാകൃഷ്ണനെ വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 62 വയസ്സായിരുന്നു. ഏകദേശം 3 ദിവസത്തോളം പഴക്കമുണ്ട് മൃതദേഹത്തിന്. വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്ന നിലയിലും ദുർഗന്ധം പരക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ട അയൽവാസി തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിയോടെ പഞ്ചായത്ത് അംഗം P. ഷമീറിനെ വിവരം അറിയിച്ചു. അദ്ദേഹം ബന്ധുക്കളെയും അറിയിച്ചു. തുടർന്ന് ബന്ധുക്കൾ നടത്തിയ പരിശോധനയിലാണ് കിണറിൽ മൃതദേഹം കണ്ടത്. രാത്രി 8 മണിയോടെ മണ്ണാർക്കാട് നിന്ന് അഗ്നിരക്ഷാസേനയെത്തി മൃതദേഹം പുറത്തെടുത്തു. ഏകദേശം 3 ദിവസത്തോളം പഴക്കമുണ്ട്. ഭാര്യ സത്യഭാമ മകളുടെ വീട്ടിൽ താമസിക്കുന്നതിനാൽ ഇദ്ദേഹം മാത്രമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. നാട്ടുകൽ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ചന്തപ്പുരയിൽ പണികഴിപ്പിച്ച കാർഷികോൽപ്പന്ന സംഭരണ വിതരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കണമെന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. അധികാരികൾ ഇക്കാര്യത്തിൽ വേണ്ട ഇടപെടലുകൾ നടത്തുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. 2019 ബ്ലോക്ക് ലെവൽ ഫാർമേഴ്സ് ഓർഗനൈസേഷൻ ഫണ്ടിൽ നിന്നും 16.5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കേന്ദ്രം പുനരുദ്ധരിച്ചത്. 2020 P. ഉണ്ണി MLA ആണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന സമയത്ത് കെട്ടിടത്തിൽ നമ്പർ, കുടിവെള്ള കണക്ഷൻ, വൈദ്യുതി ഇവയൊന്നും ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ 3 വർഷം പിന്നിട്ടിട്ടും സമാന അവസ്ഥയിലാണ് കെട്ടിടം. കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കണമെന്ന് നിരവധി തവണ അധികാരികളോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനേഴി പറഞ്ഞു. നിലവിൽ കുളക്കാട്ടുകുറിശ്ശിയിലുള്ള ഒരു കർഷക കൂട്ടായ്മയുടെ സ്ഥാപനം കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ വാടക നൽകാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. BLFO ഫണ്ടിൽ 56 ലക്ഷം ഉണ്ടായിരുന്നതിൽ നിന്നും 16.5 ലക്ഷം വിനിയോഗിച്ച് പുനരുദ്ധാരണം ചെയ്ത കേന്ദ്രത്തിൽ ഇക്കാലയളവിൽ വന്ന ചിലവുകളോ നീക്കിയിരിപ്പോ സംബന്ധിച്ച ഒരു വിവരവും ലഭ്യമല്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥലത്ത് 2019
അന്നത്തെ BLFO ബ്ലോക്ക് ലെവൽ ഫാർമേഴ്സ് ഓർഗനൈസേഷൻ്റെ കീഴിലുണ്ടായിരുന്ന 56 ലക്ഷം രൂപ ഫണ്ടുണ്ടായിരുന്നതിൽ നിന്നും 17.5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു കാർഷിക ഉൽപ്പന്ന സംഭരണ വിപണന കേന്ദ്രം എന്ന രീതിയിൽ ആരംഭിക്കുന്നതിന് വേണ്ടി കെട്ടിട നിർമ്മാണം നടത്തിയിട്ടുണ്ട്. അത് 2020 അന്നത്തെ MLA ആയിരുന്ന P. ഉണ്ണി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അതിൽ വൈദ്യുതിയോ വാട്ടർ കണക്ഷനോ കെട്ടിട നമ്പർ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. കഴിഞ്ഞിപ്പോൾ 3 വർഷം പിന്നിട്ടിട്ടും തുടർച്ചയായി നമ്മൾ ഇടപെടൽ നടത്തിയിട്ടും അതിന് വളരെ നിസ്സംഗമായ നിലപാടാണ് പഞ്ചായത്തും ബ്ലോക്കും സ്വീകരിച്ചു വരുന്നത്. അതിന് കൃത്യമായ ഒരു മറുപടി തരാൻ പോലും തയ്യാറാവാത്ത ഒരു സ്ഥിതിയാണ്. ഞാൻ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഒക്ടോബർ 3 ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകി. നാളിതുവരെ അതിനൊരു മറുപടി തരാൻ പോലും തയ്യാറായിട്ടില്ല. ഈ 56 ലക്ഷം രൂപയിൽ 17 ലക്ഷം രൂപ അവർ ചെലവഴിച്ചു എന്ന് അന്ന് പറയപ്പെടുന്നു. അതിനുശേഷം അതിൽ വൈദ്യുതി ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വീണ്ടും 1.25 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൽ സോളാർ വൈദ്യുതി ഉപയോഗപ്പെടുത്തുന്നു എന്നും കൊളക്കാട്ട് കുറിശ്ശിയിലുള്ള ഒരു കാർഷിക കൂട്ടായ്മ 1 രൂപ പോലും വാടക കൊടുക്കാതെ ഒരു സ്ഥാപനം നടത്തി വരുന്നു എന്നാണ് അറിയുന്നത്. അതിന് വാടക ഇല്ലാതെ ഇത്രയും തുക, ഒരു വലിയ തുക, ഈ ഫാർമേഴ്സ് ഓർഗനൈസേഷൻ്റെ തുക മുടക്കിയിട്ട് ഇന്ന് അതിൻ്റെ പലിശയില്ല, ഒരു ജീവനക്കാരന് തൊഴിലില്ല, ഒരു കർഷകൻ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ലാത്ത രീതിയിൽ മാറ്റുന്നു. കർഷകർക്ക് ഉപയോഗപ്രദമാകുന്ന തരത്തിൽ കേന്ദ്രം ഉടൻ പ്രവർത്തന സജ്ജമാക്കണമെന്നും മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനഴി, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി VN കൃഷ്ണൻ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാകുഴി എന്നിവർ ആവശ്യപ്പെട്ടു. റെഡ് ലൈഫ് ട്രാഫിക് ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നെല്ലായ മോളൂർ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്നു. ജില്ലാ RTO എൻഫോഴ്സ്മെന്റ് ഓഫീസർ PS മുജീബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. 5 ലക്ഷം വീടുകളിൽ ട്രാഫിക് ബോധവൽക്കരണ സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മലപ്പുറം മദീൻ അക്കാദമിക്ക് കീഴിൽ റോഡ് ലൈഫ് ക്യാമ്പയിന് തുടക്കമായത്. ക്യാമ്പയിൻ്റെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനമാണ് നെല്ലായ മോളൂർ സെൻട്രൽ സ്കൂളിൽ നടന്നത്. ജില്ലാ RTO എൻഫോഴ്സ്മെന്റ് ഓഫീസർ PS മുജീബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആദ്യം നമുക്കൊന്ന് താരതമ്യം ചെയ്യാം, എന്നിട്ട് നമുക്ക് പറയാം റോഡിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ ഒരു വീട്, ആ വീട് എപ്പോ വേണേലും പെയിന്റ് ചെയ്യാം. പെയിന്റ് ചെയ്യുന്നില്ലേ? ഇപ്പൊ എന്റെ വീട് ഇത് ഇച്ചിരി മുഷിച്ചാണ് നടക്കുന്നത്, ഇന്ന് പെയിന്റ് ചെയ്തില്ലേലും കുഴപ്പമില്ല, ഞാനൊരു 7 കൊല്ലം കഴിഞ്ഞിട്ട് പെയിന്റ് ചെയ്യുള്ളൂ, എനിക്ക് തീരുമാനിക്കാം. പക്ഷേ അതൊരു 10 നില ഫ്ലാറ്റാന്ന് വിചാരിക്കാം, അതിലൊരു 10 വീട്ടുകാരുണ്ടെന്ന് വിചാരിക്കാം. ആ വീട് ഒരുത്തന് തീരുമാനിക്കാൻ പറ്റുമോ 7 കൊല്ലം കഴിഞ്ഞിട്ട് പെയിന്റ് ചെയ്താൽ മതിയെന്ന്? സ്കൂൾ പ്രിൻസിപ്പൽ AY അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോഷി ശ്രീരാജ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അനീഷ്, ചന്ദ്രൻലാൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. റഫീഖ് സക്കാഫി പാണ്ടമംഗലം, സിറാജ് സക്കാഫി, സ്കൂൾ മാനേജർ മുഹമ്മദ് നിയാസ് അദനി, അഡ്മിനിസ്ട്രേറ്റർ ഷാഫി അദനി തുടങ്ങിയവരും പങ്കെടുത്തു. റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്നുള്ള സന്ദേശം 5 ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രവൃത്തിയിലൂടെയാണ് മദീൻ അക്കാദമി കടന്നു പോകുന്നത്. അതിൻ്റെ ഭാഗമായി മോളൂർ സെൻട്രൽ സ്കൂളിൽ ഇന്ന് ഒരു റോഡ് സുരക്ഷാ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. കുട്ടികളിലൂടെ അവരുടെ കുടുംബങ്ങളിലേക്കും അവരുടെ കുടുംബാംഗങ്ങളിലേക്കും ബന്ധുക്കളിലേക്കും റോഡ് സുരക്ഷാ സന്ദേശം എത്തിക്കുക വഴി ഒരു ജീവനെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷിച്ചാൽ നമ്മുടെ നാടിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും വിലയേറിയ ഒരു പ്രവൃത്തിയായിരിക്കും അത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മദീൻ അക്കാദമി ഇങ്ങനെ ചരിത്രപരമായ ഒരു പ്രവൃത്തിയിലേക്ക് കടന്നതിനെ മോട്ടോർ വാഹന വകുപ്പ് അത്യന്തം പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. പട്ടാമ്പി പള്ളിപ്പുറം ദാറുൽ അൻവാർ ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ 20ാം വാർഷിക സമാപന സമ്മേളനം ഡിസംബർ 21, 22, 23, 24 തീയതികളിൽ നടക്കും. 21 വൈകിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ ആത്മീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി ആത്മീയ സമ്മേളനം, വനിതാ പണ്ഡിത സംഗമം,
പഠന ക്യാമ്പ്, കുടുംബസംഗമം, പണ്ഡിത സംഗമം, ഇസ്ലാമിക കലാസാഹിത്യ മത്സരങ്ങൾ, സ്റ്റുഡൻസ് മീറ്റ്, സ്റ്റാഫ് മാനേജ്മെൻറ്റ് സംഗമം, ലീഡേഴ്സ് മീറ്റ്, സമാപന സമ്മേളനം എന്നീ 10 സെഷനുകളിൽ പരിപാടികൾ നടക്കും. 21 വൈകുന്നേരം 5:30 സ്വാഗത സംഘം ചെയർമാൻ പി. കുഞ്ഞിപ്പ് മുസ്ലിയാർ പതാക ഉയർത്തും. വൈകുന്നേരം 7 മണിക്ക് ഉദ്ഘാടന ആത്മീയ സമ്മേളനവും സവനീർ പ്രകാശനവും സമസ്ത കേരള ജമയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നിർവഹിക്കും. 20ാം വാർഷിക സമാപന സമ്മേളനം ഡിസംബർ 21, 22, 23, 24 തീയതികളിൽ പള്ളിപ്പുറം 3 മൂല അൻവാർ നഗറിൽ നടക്കും. 2022 ഡിസംബർ 30 ആരംഭിച്ച ഒരു വർഷമായി നടന്നുവരുന്ന 20ാം വാർഷിക ആഘോഷ പരിപാടികളുടെ സമാപനമാണ് മേൽ തീയതിയിൽ നടത്തപ്പെടുന്നത്. പാറോത്തൊടി കുഞ്ഞാപ്പു ഹാജിയും ഭാര്യയും വഖഫായി നൽകിയ സ്ഥലത്ത് 2003 മാർച്ച് 29 43 അനാഥ അഗതി കുട്ടികളുമായി പ്രവർത്തനം ആരംഭിച്ച ഈ മഹൽ സംരംഭം ബാലിക അനാഥ അഗതി മന്ദിരം, ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, വഫിയ കോളേജ്, സെക്കൻഡറി മദ്രസ, സഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, വിമൻസ് കോളേജ്, ഫാദില, അൽബിർ ഇസ്ലാമിക് പ്രീ സ്കൂൾ ഉൾപ്പെടെ 12 സ്ഥാപനങ്ങൾ നിലവിൽ കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വരുന്നു. ഖുതുബുഖാന ആൻഡ് റീഡിംഗ് റൂം, ആൺകുട്ടികൾക്ക് സമന്വയ വിദ്യാഭ്യാസ ജൂനിയർ കോളേജ്, പണ്ഡിതന്മാർക്കുള്ള റിസർച്ച് സെൻറ്റർ, മഹല്ല് മദ്രസകൾ കേന്ദ്രീകരിച്ച് വനിതകൾക്കിടയിൽ ഇസ്ലാമിക ദഅവ പ്രവർത്തനങ്ങൾക്കായി വനിതാ പണ്ഡിതരുടെ ദഅവ ടീം. 22 രാവിലെ 9 വനിതാ പണ്ഡിത സംഗമം നടക്കും. വൈകുന്നേരം 4:30 മുതൽ പഠന ക്യാമ്പ്, 23 രാവിലെ 9:30 ദാറുൽ അൻവാർ കുടുംബസംഗമം എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന പണ്ഡിത സംഗമം സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി ഇ. അലവി ഫൈസി കുളപ്പറമ്പ് ഉദ്ഘാടനം ചെയ്യും. പുതുതായി ആരംഭിക്കുന്ന പണ്ഡിത റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ഇമ്പിച്ചിക്കോയത്തങ്ങൾ നിർവഹിക്കും. 24 വൈകുന്നേരം 7 നടക്കുന്ന സമാപന സമ്മേളനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി ഭാരവാഹികളായ TK മുഹമ്മദ് കുട്ടി ഫൈസി, PP കുഞ്ഞി മുസ്ലിയാർ, PT ബാവാനു ഹാജി വിളത്തൂർ, MP ഹസൻ ഹാജി, KP ബാവ മൗലവി, MA ഹനീഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകളിലേക്ക്. കാറുകൾ ഏതായാലും ഇനി കളറാക്കാം. ഏറ്റവും ആകർഷകമായി കാറുകൾ മോടി പിടിപ്പിക്കാൻ പെയിന്റിംഗ്, പോളിഷിംഗ്, കോട്ടിംഗ്, മെക്കാനിക്കൽ വർക്ക് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി 4M മോട്ടോർ സ്പോർട്ട് ഓട്ടോ ബോഡി ഷോപ്പ് പെരിന്തൽമണ്ണയിൽ തുറന്നു. പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഏതു കാറുകളും ഫോറം മോട്ടോർ സ്പോർട്ട് ഓട്ടോ ബോഡി ഷോപ്പിൽ നിന്നും പുത്തൻ കാറുകളാക്കി മാറ്റാം. പെരിന്തൽമണ്ണ മനഴി ബസ് സ്റ്റാൻഡിന് എതിർവശത്തായി വിശാലമായ സൗകര്യത്തോടെ എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് M4 മോട്ടോർ സ്പോർട്ട് പ്രവർത്തനം ആരംഭിച്ചത്. പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓട്ടോ ബോഡി ഷോപ്പിനകത്ത് സജ്ജമാക്കിയ വർക്ക്ഷോപ്പ് നജീബ് കാന്തപുരം MLAയും പോളിഷിംഗ് വിഭാഗം നഗരസഭാ ചെയർമാൻ P. ഷാജിയും ഉദ്ഘാടനം ചെയ്തു. പെയിന്റ് ബൂത്തിന്റെ ഉദ്ഘാടനം P. അബ്ദുൽ ഹമീദ് MLAയാണ് നിർവഹിച്ചത്. കാർ വാഷ് സെക്ഷൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫയും ഉദ്ഘാടനം ചെയ്തു. ബിസിനസ്സുകാർ, വ്യാപാര വ്യവസായ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സ്ഥാപനത്തിന്റെ ഉടമകളായ ഉമ്മർ കരുവാത്ത്, അഷ്റഫ് കരുവാത്ത്, CK ഹാരിസ്, CK റഫീഖ്, V. അബ്ദുൽ കരീം, M. ജയേഷ് എന്നിവരും സന്നിഹിതരായിരുന്നു. ഇരുപത് വർഷമായി പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിലെ ജൂബിലി ജംഗ്ഷന് സമീപത്ത് പ്രവർത്തിച്ചു വരുന്ന കാർ സ്പോർട്ടിന്റെ പുതിയ സംരംഭമാണ് ഫോറം മോട്ടോർ സ്പോർട്ട്. ഓട്ടോ ബോഡി ഷോപ്പ്, കാറുകൾക്ക് ചെയ്യേണ്ടി വരുന്ന റീസ്റ്റോറേഷൻ വർക്ക്, ഡെന്റിംഗ് ആൻഡ് പെയിന്റിംഗ്, വാഷിംഗ്, പോളിഷിംഗ്, മെക്കാനിക്കൽ വർക്ക്, അണ്ടർബോഡി കോട്ടിംഗ്, ഗ്രാഫിൻ കോട്ടിംഗ്, സെറാമിക് കോട്ടിംഗ്, PPF തുടങ്ങിയ വർക്കുകളെല്ലാം ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കാൻ സൗകര്യമുണ്ടിവിടെ. 48 മണിക്കൂറിനുള്ളിൽ കാറിന്റെ ഫുൾ ബോഡി പെയിന്റിംഗ് പൂർത്തീകരിച്ച് നൽകാൻ സാധിക്കും.
വാഹനങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം വർക്ക് സേവനങ്ങളും നൽകി വരുന്നുണ്ട്. ഇത് പെരിന്തൽമണ്ണയിലെ കാർ സ്പോർട്ടിന്റെ സഹോദര സ്ഥാപനമാണ്. ഇവിടെ പ്രീമിയം വെഹിക്കിൾസിന്റെ എല്ലാ വർക്കുകളും, അതായത് പെയിന്റിംഗ് വർക്കുകൾ, ഡെന്റിംഗ് വർക്കുകൾ, മെക്കാനിക്കൽ വർക്കുകൾ എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻഷുറൻസ് വർക്ക് ക്യാഷ്ലെസ് ആയിട്ട് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ബെൻസ്, ഓഡി, BMW, അതുപോലെ തന്നെ മാരുതി, എല്ലാ വണ്ടികളും ഇവിടെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വർക്കുകൾക്ക് പ്രത്യേക ഓഫറുകൾ നൽകി വരികയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മ്യൂസിക് ഇവന്റും അരങ്ങേറി. പ്രശസ്ത വ്ളോഗർമാർ ചടങ്ങിനെത്തിയിരുന്നു. സ്റ്റീൽ ഡോറുകളും വിൻഡോകളും ഏറ്റവും മികച്ച ബഡ്ജറ്റിൽ ലഭ്യമാക്കി മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗ് എടത്തനാട്ടുകര കൊടിയംകുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. എൻ ശംസുദ്ദീൻ MLA സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. ISO സർട്ടിഫൈഡ് സ്ഥാപനമാണ് മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗ്. സ്റ്റീൽ ഡോർ ആൻഡ് വിൻഡോസ് തുടങ്ങിയവയുടെ നിർമ്മാണ രംഗത്ത് ISO അംഗീകാരം നേടിയ സ്ഥാപനമാണ് മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗ്. എടത്തനാട്ടുകര കൊടിയംകുന്നിലെ ചതുരാലാസ് കോംപ്ലക്സിൽ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗിന്റെയും ചതുരാലാസ് കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം എൻ ശംസുദ്ദീൻ MLA നിർവഹിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P ഷാനവാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P ഷമീർ ബാബു, M ജിഷ, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടത്തനാട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് AP മാനു, സെക്രട്ടറി P മുഹമ്മദ് കുട്ടി, എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മ പ്രസിഡന്റ് ഷമീം കരുവള്ളി, പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി റഹീസ് എടത്തനാട്ടുകര തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായി. ലേസർ ഡിസൈൻ കട്ടിംഗ്, സ്റ്റീൽ ഡോർ ഫ്രെയിംസ് ആൻഡ് ഡോർസ്, സ്റ്റീൽ വിൻഡോ ഫ്രെയിംസ് ആൻഡ് വിൻഡോസ്, സ്റ്റീൽ ഡോർ ആൻഡ് വിൻഡോ ചാനൽ എന്നിവ മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗ് നിർമ്മിച്ചു നൽകുന്നു. കരുത്തും ഭംഗിയും ഒപ്പം കാലങ്ങളോളം ഈടുനിൽക്കുമെന്ന ഉറപ്പാണ് മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗ് കമ്പനി നൽകുന്നത്. അത്യാവശ്യം ലൈഫ് കിട്ടുന്ന രീതിയിലുള്ള മാനുഫാക്ചറിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റും മാനുഫാക്ചർ ചെയ്ത്, അതേപോലെ തന്നെ നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും QC ഉണ്ട്. ഓരോ പ്രൊഡക്റ്റും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അത് പെയിൻറ്റ് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കേണ്ടി വരാറില്ല. വളരെ കൃത്യമായിട്ട് നമ്മളത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഏത് വലുപ്പത്തിലും ഡിസൈനിലും കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം ഡോറുകളും വിൻഡോകളും അവയുടെ അനുബന്ധ നിർമ്മിതികളും സ്ഥാപനം തയ്യാറാക്കി നൽകും. വിദഗ്ധരായ എഞ്ചിനീയേഴ്സിന്റെ സേവനത്തോടെയാണ് ഓരോ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നത്. മാത്രമല്ല, ഇവ ഒന്നിലധികം തവണ ക്വാളിറ്റി പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമാണ് കസ്റ്റമേഴ്സിന് നൽകുക. മരത്തേക്കാൾ വിലക്കുറവും അതിലേറെ ഈടും ഉൽപ്പന്നങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ആധുനിക രീതിയിലുള്ള സ്റ്റീൽ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത് എന്നതിനാൽ കേടുപാടുകൾ ഉണ്ടാകില്ലെന്നും നിർമ്മാതാക്കൾ പറയുന്നു. മരത്തിൻ്റെ റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ റേറ്റിൽ നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റും. തുരുമ്പ് അവോയ്ഡ് ചെയ്യാവുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് നമ്മൾ ടാറ്റേൻ്റെ 120 GSM ഗാൽവനൈസ്ഡ് കോട്ടിംഗ് ഉള്ള മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അതിനെ വെൽഡ് ചെയ്യുന്ന ഭാഗത്താണ് പിന്നെ തുരുമ്പ് വരാൻ സാധ്യതയുള്ളത്. അതിനെ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ പുട്ടിയെല്ലാം, അതായത് ബോഡി ഫില്ലർ എല്ലാം ചെയ്ത് അത് കറക്റ്റ് നമ്മൾ പൗഡർ പെയിൻറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുന്നത്. വീടുകൾ, ഓഫീസ് മുറികൾ, റെസ്റ്റോറൻറ്റ് തുടങ്ങിയ ഏതിടവും അലങ്കാരമാക്കാൻ ആധുനിക രീതിയിലുള്ള ലേസർ ഡിസൈൻ കട്ടിങ്ങും സ്ഥാപനം ചെയ്തു നൽകുന്നുണ്ട്. കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കനുസരിച്ചുള്ള ഡിസൈനും കളർ ലൈറ്റുകളും
മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗിൽ ചെയ്യുന്നു. ഏത് സാമ്പത്തിക ശേഷിയുള്ളവർക്കും ചെയ്യാൻ കഴിയുന്ന രീതിയാണ് ലേസർ ഡിസൈൻ കട്ടിംഗ്. എടത്തനാട്ടുകരയിൽ കൂടാതെ മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വിവിധയിടങ്ങളിൽ മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗ് പ്രവർത്തിക്കുന്നുണ്ട്. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ചെറുപ്പളശ്ശേരി ശാഖ ഇൻവെസ്റ്റേഴ്സ് ഫാമിലി മീറ്റ് റോയൽ പ്ലാസ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. മദ്ദള കലാകാരൻ ചെറുപ്പളശ്ശേരി ശിവൻ മുഖ്യ അതിഥിയായിരുന്നു. കുറഞ്ഞ കാലം കൊണ്ട് ഉപഭോക്താക്കളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റിയ ധനകാര്യ സ്ഥാപനമാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. മണ്ണാർക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന UGS ഗ്രൂപ്പിന് പാലക്കാട്, കല്ലടിക്കോട്, അലനല്ലൂർ, ശ്രീകൃഷ്ണപുരം, കടമ്പഴിപ്പുറം, ചെർപ്പളശ്ശേരി, കൊപ്പം തുടങ്ങിയവിടങ്ങളിൽ ബ്രാഞ്ചുകളുണ്ട്. ഗ്രൂപ്പിന്റെ ചെർപ്പളശ്ശേരി ശാഖയിലെ ഇൻവെസ്റ്റേഴ്സ് ഫാമിലി മീറ്റാണ് റോയൽ പ്ലാസ കോൺഫറൻസ് ഹാളിൽ നടന്നത്. പ്രശസ്ത മദ്ദള കലാകാരൻ ചെർപ്പളശ്ശേരി ശിവൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. UGS ചെർപ്പളശ്ശേരി ബ്രാഞ്ചിലെ 100ഓളം നിക്ഷേപകരും കുടുംബങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഒരു ധനകാര്യ സ്ഥാപനം എന്നതിലുപരി സമൂഹത്തിന്റെ സർവ്വമേഖലകളിലും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ ഗ്രാമീൺ സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ടെന്നും തീർത്തും വ്യത്യസ്തമായ സ്കീമുകളും പ്ലാനുകളുമാണ് ജനങ്ങൾക്കിടയിൽ UGSന് വലിയ സ്വീകാര്യത ലഭിക്കാൻ കാരണമായതെന്നും മാനേജിംഗ് ഡയറക്ടർ അജിത് പോലാട്ട് പറഞ്ഞു. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ എല്ലാ തട്ടിലുമുള്ള ആളുകളുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാൻ സൊസൈറ്റിക്ക് കഴിഞ്ഞു എന്നുള്ള കാരണം തന്നെയാണ്. അതുപോലെ തികച്ചും വ്യത്യസ്തമായ സ്കീമുകൾ, അത് ഗോൾഡ് ലോണിലാണെങ്കിലും ഇൻവെസ്റ്റേഴ്സിനാണെങ്കിലും അതുപോലെ എല്ലാ മേഖലയിലും തികച്ചും വ്യത്യസ്തത പുലർത്താൻ കഴിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇന്ന് പാലക്കാട് ജില്ലയിലും അതുപോലെ മലപ്പുറം ജില്ലയിലും സൊസൈറ്റിക്ക് ഒരുപോലെ വേരുകളിറങ്ങിയ ഒരു ധനകാര്യ സ്ഥാപനമായി മാറാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ആ നിക്ഷേപകൻ്റെ നിക്ഷേപം അല്ലെങ്കിൽ അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ നിക്ഷേപകനെ സംബന്ധിച്ച് അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്തതിന് കറക്റ്റായി റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ അത് കഴിഞ്ഞ 3 വർഷത്തോളം കാലമായി വളരെ കൃത്യമായി, വളരെയധികം അർപ്പണബോധത്തോടു കൂടിയും ഉത്തരവാദിത്വബോധത്തോടു കൂടിയുമുള്ള എൻ്റെ സഹപ്രവർത്തകർ ചെയ്തു വരുന്ന കാരണം നല്ല രീതിയിൽ പോകുന്നൊരു ധനകാര്യ സ്ഥാപനമാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി. അതുപോലെ ഒരു നിക്ഷേപകൻ്റെ ഫാമിലിയെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് UGS ഒരു ഫാമിലി, ഒരു അർബൻ ഗ്രാമീൺ സൊസൈറ്റി അല്ലെങ്കിൽ UGS ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് എന്നും ശ്രമിച്ചിട്ടുള്ളത്. ചെർപ്പളശ്ശേരി ബ്രാഞ്ച് മാനേജർ അഫ്സൽ NP, സുധാകരൻ മാസ്റ്റർ, മൂർത്തിയടത്ത്, നസീമുദ്ദീൻ പാറയിൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ആധുനിക സംവിധാനത്തോടെയുള്ള രാജ്യത്തെ ആദ്യത്തെ CT സ്കാൻ കിംസ് അൽ ഷിഫയിൽ ഉദ്ഘാടനം ചെയ്തു. നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം നിർവഹിച്ചു. ദക്ഷിണ മലബാറിൽ ആദ്യമായി CT സ്കാൻ സംവിധാനം കൊണ്ടുവന്ന പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫയിൽ അത്യാധുനിക സ്കാനിംഗ് സംവിധാനമുള്ള രാജ്യത്തെ ആദ്യ കനോൺ അഗ്ലിയോൺ സർവീസ് CT സ്കാൻ മെഷീൻ പ്രവർത്തനം ആരംഭിച്ചു. കുറഞ്ഞ റേഡിയേഷനിലൂടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്കാനിംഗ് ചെയ്യുന്നതിനും ഉയർന്ന ഗുണനിലവാരമുള്ള ഇമേജുകൾ ലഭ്യമാക്കുന്നതിനും ഈ മെഷീൻ സഹായിക്കും. 3D ലാൻഡ്മാർക്ക് സ്കാനിംഗ്, അയോഡിൻ മാപ്പിംഗ്, ബ്രെയിൻ പെർഫ്യൂഷൻ തുടങ്ങിയവയും ഈ മെഷീനിലൂടെ ലഭ്യമാകും എന്നതും പ്രത്യേകതയാണ്. ഉദ്ഘാടന ചടങ്ങിൽ കിംസ് അൽ ഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ P. ഉണ്ണീൻ അധ്യക്ഷത വഹിച്ചു. എപ്പോഴും സാങ്കേതികവിദ്യയിൽ ഏറ്റവും നൂതനമായ മിഷനറീസ് കൊണ്ടുവരുന്നതിൽ അൽ ഷിഫ എപ്പോഴും മുൻപന്തിലാണ്. ആദ്യമായി കാത്ത് ലാബ് സംവിധാനം കൊടുക്കുന്നത് അൽ ഷിഫയിലാണ് പെരുന്തൽമണ്ണ. അതിനുശേഷം ഓർത്തോ പൈലറ്റ് എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറൈസ്ഡ് കാൽമുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ തുടങ്ങിയത് അൽ ഷിഫയിലാണ്. അതിൻ്റെ തന്നെ ഇപ്പോൾ CT സ്കാൻ എന്ന് പറയുന്നത് 80 സ്ലൈസ് കാനൻ്റെ വേൾഡ് തന്നെ ഫേമസ് CT സ്കാനാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ 2-3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ മിനിമം സമയം മതി. രണ്ടാമത്, റേഡിയേഷൻ ഉണ്ടാവുന്നില്ല. മൂന്നാമതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസാണ് അതുകൊണ്ട് നടക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഇവിടുത്തെ മുമ്പുണ്ടായിരുന്ന 16 സ്ലൈസ് CTയിലെ അതേ ചാർജ് തന്നെയാണ് നമ്മൾ രോഗികളെ
ചാർജ് ചെയ്തോളൂ. തീർച്ചയായും പെരിന്തൽമണ്ണക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇതൊരു അനുഗ്രഹമാണ്. രോഗം വരിക എന്നുള്ളത് നമുക്ക് തടുക്കാൻ പറ്റില്ല. പക്ഷെ വന്നാൽ നല്ല രീതിയിലുള്ള നല്ല രോഗങ്ങൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു രോഗം വന്നാൽ നല്ല ഡോക്ടറെ അടുത്ത് ചെന്നുപെടണമെന്ന്, ആ ഡോക്ടർക്ക് നമ്മുടെ രോഗം കണ്ടുപിടിക്കാൻ കഴിയണമെന്ന്, ആ ഒരു സംവിധാനം തന്നെയാണ് അൽഷിഫ മുൻകൈ എടുത്ത് ഇവിടെ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ചികിത്സയിൽ ഇന്ന് ആളുകൾക്ക് ഊഹാപോഹങ്ങളുടെ പേരിൽ ചികിത്സിക്കുന്ന രീതിയിൽ നിന്ന് നമ്മുടെ പുതിയ ടെക്നോളജി വളരെ വലിയ മാറ്റമുണ്ടാക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി CT സ്കാനിലെ ഏറ്റവും സവിശേഷമായിട്ടുള്ള അക്യുലിയൻ സെർവ് എന്ന പേരിൽ കാനൻ്റെ പുതിയ CT സ്കാനിങ് മെഷീൻ അൽഷിഫയിൽ വരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനമാണ്. പ്രത്യേകിച്ചും പെരിന്തൽമണ്ണ ഒരു ഹോസ്പിറ്റൽ സിറ്റി എന്ന നിലയിൽ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ, പെരിന്തൽമണ്ണക്കാർ മാത്രമല്ല പുറത്തുനിന്ന് പോലും ഒരുപാട് ആളുകൾ ഇന്ന് വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു ചികിത്സാ കേന്ദ്രമായി പെരിന്തൽമണ്ണ മാറുമ്പോൾ അതിൽ തലയെടുപ്പുള്ള ഒരു ഹോസ്പിറ്റലായി അൽഷിഫ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ഓർത്തോപീഡിക് വിഭാഗം മേധാവി ഡോക്ടർ EG മോഹൻകുമാർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ KC, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ, ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ തൗഫീഖ് അലി, റേഡിയോളജിസ്റ്റുമാരായ ഡോക്ടർ സെയ്ദ് മൊയിനുള്ള, ഡോക്ടർ ഫെബിന KT, സീനിയർ ജനറൽ മാനേജർ C സതീഷ്, സീനിയർ ഓപ്പറേഷൻ മാനേജർ പ്രദീപ് കുമാർ, പർച്ചേസ് മാനേജർ അസ്കർ അലി, പ്രൊജക്ട് എഞ്ചിനീയർ മോഹൻദാസ്, ഫെസിലിറ്റി എഞ്ചിനീയർ ഷിജുമോൻ, റേഡിയോളജി മാനേജർ സുർജിത് ഖാൻ, ക്ലിനിക്കൽ എഞ്ചിനീയറിംഗ് മാനേജർ S ശ്രീജിത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. ഇതിൻ്റെ 2 പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് റേഡിയേഷൻ വളരെ കുറവാണെന്നുള്ളതാണ്. കാരണം നമ്മുടെ സേഫ്റ്റി ആണ് അത് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം കോസ്റ്റ് സെയിം ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇത്തരം ഒരു ഹൈ എൻഡ് മെഷീനറി കൊണ്ടുവന്നിട്ട് കോസ്റ്റിൽ ഇൻക്രീസ് ചെയ്യുന്നില്ല. പിന്നെ അത് എടുക്കുന്ന ടൈം, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ ഒരു പേഷ്യൻ്റാണ്, ഇപ്പോൾ ഹെഡ് ഇഞ്ചുറി ആയിട്ടൊരു പേഷ്യൻ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് CTയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകുക എന്നുള്ള അതും ഒരു വൈറ്റൽ ഫാക്ടറാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊപ്പത്ത് 3 ലോറികൾ കൂട്ടിയിടിച്ച് അപകടം. കരിങ്കല്ലുമായി എത്തിയ ലോറിയടക്കം 2 ലോറികൾ മറിഞ്ഞു. റോഡിൽ മറ്റ് യാത്രക്കാരില്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. കൃഷിഭൂമികളുടെ കരം വില്ലേജ് ഓഫീസർ സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. കോട്ടപ്പാടം 1 വില്ലേജ് ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. ദുരിതം നേരിടുന്നത് മലയോര മേഖലകളിലെ കർഷകർ. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്. പാതയോരത്ത് മാലിന്യം തള്ളിയവരെ കണ്ടെത്തി പിഴ ഈടാക്കി. പഞ്ചായത്ത് ആരോഗ്യ വിഭാഗമാണ് നടപടിയെടുത്തത്. വീടില്ലാത്ത നിർധനർക്ക് വീട് നിർമ്മിക്കാൻ കുടുംബസ്വത്തായി ലഭിച്ച 80 സെന്റ് ഭൂമി സൗജന്യമായി വിട്ടു നൽകി വിളയൂർ സ്വദേശികളായ ദമ്പതികൾ. വല്ലപ്പുഴ ചേരിക്കല്ല് പ്രദേശത്തെ ഭൂമി CPM മുഖേനയാണ് നൽകുന്നത്. 15ലേറെ കുടുംബങ്ങൾക്ക് വീടൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് CPM നേതാക്കൾ. തെങ്കര ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തം കെട്ടിടമാകുന്നു. സ്വകാര്യ വ്യക്തി സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് 1.5 കോടി രൂപ ചിലവിൽ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.